ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നിട്ട് കുഞ്ഞനപ്പുറം വീട്ടിലേക്ക് പോവാണ്. അതെ ഗൈസ്, ചെറിയൊരു മഴ ഉണ്ടായിരുന്നല്ലോ. അതെ, അങ്ങോട്ട് പോകാനും കുറച്ച് തണുപ്പുണ്ട്. അവിടെ പോകുമ്പോഴും കാട്ടിക്കൂടി വേണം പോകാനൊന്ന്. അതെ, മരങ്ങളുണ്ട് ഗൈസ്, അവിടെയും മരങ്ങളുണ്ട്. ശുദ്ധിയാൻ്റെ എലൈസറായിട്ട് എടുത്താൽ അത് ചെറിയൊരു നടക്കാനുള്ളൊരു വഴി, നടന്ന് പുല്ല് ഇതാകാത്തൊരു വഴി. ഇങ്ങനെ നടക്കുന്ന വഴിയിൽ മാത്രം പുല്ലൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവിടെ കൂടിയും പോകാം. ഞങ്ങൾ ഇപ്പുറത്തു കൂടിയാണ് ഇറങ്ങിയത്. തൊട്ടിപ്പുറം കുളമാണ്. അതും മഴ പെയ്ത് നിറഞ്ഞിരിക്കണം ആ കുളം. ചവിട്ടി പോയേക്കട്ടോ. നിറച്ച് മരങ്ങളാണ് കേട്ടോ. പ്ലാവ്, മാവ്, തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അടക്കാമരം ഒക്കെ ഉണ്ട്, കുറേ മരങ്ങളുണ്ട്. അടക്കാമരം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ എന്താന്ന്. അറിയാമെന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, കുഞ്ഞനപ്പുറം ഇവിടെ എത്തി ഗൈസ്. അച്ചുചേട്ട് ചന്ദ്രപ്പനോടെ ഇപ്പോണ്ട് ഗൈസ്. ചന്ദ്രപ്പൻ എന്നാ വിളിക്കണേ ഞങ്ങൾ. ചന്ദ്രപ്പൻ അച്ചുചേട്ടൻ ഞാൻ വിളിക്കും, ചന്ദ്രപ്പൻ എന്ന് വിളിക്കും. ചന്ദ്രപ്പൻ എന്ന് ഞാൻ വിളിക്കാറില്ല. കയറിയപ്പോൾ തന്നെ ചെറിയൊരു കുളമല്ല, കുളം. ആമ്പലില്ലായിരുന്നു, രണ്ട് മീനുണ്ടല്ലോ ഒരു കാലത്ത്. 2 മീനോ? ആമ്പലുണ്ടായിരുന്നു. ആമ്പലില്ല, പൂവില്ലായിരുന്നു അതിനകത്ത്. മഴ ചെയ്തുകൊണ്ട് മൊത്തം, അല്ലെങ്കിൽ നല്ലോണം ഒന്ന് വീടെടുക്കാനുള്ള കുറേ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. അതെ ഗൈസ്, ഞാനപ്പോൾ പുളി ഉണക്കാൻ വേണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചന്ദ്രപ്പൻ. താങ്ക് യു. അമ്മരിച്ചിട്ട് ഞാൻ നല്ലോണം അടിച്ചിട്ട് വേറെ എടുത്തിട്ട് എനിക്ക്. അപ്പം ഇതൊരു ചക്ക ഇരിക്കണേ. ഞങ്ങൾ അപ്പം തന്നെ അവനെ കൊണ്ട് ചന്ദ്രപ്പനെ കൊണ്ട് മുറിപ്പിച്ചു വയസ്സ്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അവിടുത്തെ അശോകൻ ചേട്ടൻ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും അശോകൻ ചേട്ടാ ആണ്ടിൻ്റെ പേര് അശോകൻ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞത്. അവനെപ്പോഴും ചക്ക പറിച്ച് കഴിഞ്ഞിട്ടില്ല. ചന്ദ്രപ്പന് ചക്ക പൊളിക്കാൻ സമയമില്ല ഗൈസ്. ഇപ്പം ആ കുഞ്ഞി കത്തി വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ആ കത്തി മാറ്റിയിട്ട് വെട്ടുകത്തി എടുത്തിട്ടുണ്ടല്ലോ. വെട്ടുകത്തി മരം മുടിക്കണ കത്തിയാണ് കേട്ടത്. നോക്ക് ഗൈസ്, നോക്കിക്കോട്ടോ, കണ്ടോ ഗൈസ്? ഈ മരം മുടിക്കണ കത്തി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് എലൈസ് അവിടെ നിൽപ്പുണ്ട്. കണ്ണ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എലൈസ്, നിങ്ങൾ സംസാരിക്കാൻ പറ്റൂലെന്ന് ഓർക്കും. നിൽക്കാൻ ദേ അപ്പം മുറിച്ച് ദേ ഇരിക്കുന്നത്. നല്ല മധുരം ഉണ്ടായി. നമ്മൾ തിന്നതിനുള്ള പറയണ തിന്ന് നല്ല മധുരം. അങ്ങനെ ഞങ്ങൾ ആ ചക്കയൊക്കെ വെട്ടി അവനെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിച്ചു. ഞാൻ കഴിയിട്ടില്ല, ഞാൻ വീഡിയോഗ്രാഫറായിരുന്നു. ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു അല്ലല്ലോ. അതെ ഗൈസ്, ഞങ്ങൾ പോവാൻ സമയമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ചന്ദ്രപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ചക്ക തിന്നണം. കുറച്ച് ഞങ്ങൾ വീട്ടിലും കൊണ്ടുവന്നിട്ട് ചക്കപ്പൊരിയും ചക്ക വെറുതെ ഞാനും ചക്കപ്പൊരി ഉണ്ടാക്കാം. അപ്പം തന്നെ അഖിലിത് എന്താണ് കുറേ പഴംപൊരിയും പരിപ്പുടയൊക്കെ ഇട്ടു. പിന്നെ എന്താണെന്നറിയാം, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി വരികയാണ്. 2 പേര് ഒന്നും ഉറങ്ങിയായിരുന്നു. അപ്പോഴേക്കും പിന്നെ നീറ്റോള് ഞാൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞില്ല അതൊരു കുളമാണ് ഗൈസ്. ഇപ്പൊ ലാസ്റ്റ് പിന്നെ ഒരു കരച്ചിലായിട്ടാ ഗൈസ്. ഭയങ്കര കരച്ചിലായിരുന്നു. അമലിയേട്ടയും കൊച്ചും കൂടി ഒന്ന് കളിച്ചതാ. കൊച്ചു പക്ഷെ സീരിയസ് ആയിട്ട് എടുത്ത് ഭയങ്കര കരച്ചിലായിപ്പോയി.
തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ തന്നെ പുപ്പി കരഞ്ഞു കേട്ടോ. എല്ലാവർക്കും സങ്കടമായിരുന്നു. പോരുമ്പോ 2 ദിവസം നിൽക്കാനല്ലാണ്ട് ഇനി വരണ്ടെന്നാ പറഞ്ഞേക്കണേന്ന്. അപ്പോഴാണ് ഞങ്ങള് ഫോണിൽ നോക്കി പറഞ്ഞ നാളെ അവധി 3 ദിവസം അവധി. അപ്പൊ 3 ദിവസം നിൽക്കാൻ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വന്ന് ഞങ്ങൾക്ക് ബൈയൊക്കെ പറഞ്ഞ് വിട്ടു. ഞങ്ങളപ്പോൾ ബോട്ടിലെട്ടിലേക്ക് പോവാണ്. ബോട്ടിലെത്തി. അവിടുത്തെ ജസ്റ്റ് ചെറിയൊരു വ്യൂ ഞാൻ വ്യൂ എടുത്താണ്. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടും വന്നു. ജങ്കാറോടെ കിടപ്പുണ്ട്. ഞങ്ങൾ ബോട്ടിലാണ് പോകുന്നത്. അപ്പം ഗ്യാസ് ബോട്ട്. അപ്പം ഞങ്ങളിൻ്റെ ബോട്ട് എത്തിയിട്ടുണ്ട്. 2ാമത്തെ ബോട്ടിൽ കയറണമായിരുന്നു. വന്നപ്പോഴേ 2ാമത്തെ ബോട്ടിൽ കയറണമായിരുന്നു കേട്ടോ. അതെ, അപ്പം ഇത്രയുള്ള ടാറ്റ ബൈ, സീ യു.